ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഫോണ് കട്ട് ചെയ്ത ശേഷം അനന്യ പുറത്തേക്ക് നോക്കി. കൊച്ചിയിലേക്കുള്ള ബസ് നഗരത്തിലേക്ക് കടക്കുകയായിരുന്നു. നനഞ്ഞ റോഡുകൾ, തിരക്കേറിയ ജംഗ്ഷനുകൾ, പുതിയ മുഖങ്ങൾ. ഒരു നിമിഷം അവളുടെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി. 22 വർഷം ജീവിച്ച നാടും വീട്ടുകാരെയും വിട്ട് ആദ്യമായാണ് മറ്റൊരു നഗരത്തിൽ ഒറ്റക്ക് താമസിക്കാൻ പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം അവൾ ഒരു ഓട്ടോ പിടിച്ചു. ചേട്ടാ ഈ അഡ്രസ്സിലേക്ക് പോകണം. ഓട്ടോ ഡ്രൈവർ അഡ്രസ്സ് നോക്കി. ഓ, അർജുൻ സാറിൻ്റെ വീട്ടിലേക്കാണോ? വാടകയ്ക്ക് വരുന്ന ആളാണോ? അതെ. ഡ്രൈവർ ഒന്ന് ചിരിച്ചു. എന്നാൽ എല്ലാവിധ ആശംസകളും. അനന്യ ആശ്ചര്യപ്പെട്ടു. എന്തിനാ എനിക്ക് ആശംസ? അതവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. അതെന്താ ചേട്ടാ? അതവിടെ ചെന്നിട്ട് മനസ്സിലാകും. അനന്യ ചിരിച്ചു. ഇങ്ങനെ പേടിപ്പിക്കല്ലേ ചേട്ടാ. 10 മിനിറ്റിന് ശേഷം ഓട്ടോ ഒരു വീടിന് മുന്നിൽ നിന്നു. 2 നിലകളുള്ള മനോഹരമായ വീട്, വൃത്തിയുള്ള ഗാർഡൻ, മുന്നിൽ ചെറിയൊരു ഗേറ്റ്. ഗേറ്റിൽ ഒരു ബോർഡ്, പ്ലീസ് ഫോളോ ഹൗസ് റൂൾസ്. അത് കണ്ടതും അനന്യയ്ക്ക് ചിരി വന്നു. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്കാണോ വന്നത്, അതോ ഓഫീസിലേക്കാണോ? അവൾ മനസ്സിൽ പറഞ്ഞു. ഓട്ടോയിൽ നിന്ന് ബാഗുകൾ ഇറക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്നൊരു ശബ്ദം. അനന്യ. അവൾ തിരിഞ്ഞു നോക്കി. ഒരു ഉയരമുള്ള യുവാവ്, ബ്ലാക്ക് ഷർട്ട്, മുഖത്ത് യാതൊരു ഭാവവുമില്ല. കയ്യിൽ ഒരു ഫയൽ, കണ്ടാൽ തന്നെ ഒരു സീരിയസ് ടൈപ്പ്. ഞാൻ അർജുൻ. ഓ, ഓണർ. അതെ. ഹായ് സാർ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നേരെ കൈനീട്ടി. അർജുൻ തല കുലുക്കി കൈകൂപ്പി. ഇവനൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? കലിപ്പനാണെന്ന് തോന്നുന്നു, അനന്യ മനസ്സിൽ പറഞ്ഞു. അർജുൻ ഫയൽ തുറന്ന് ഒരു പേപ്പർ നീട്ടി. ഇതാ ഇവിടുത്തെ റൂൾസ്. അവൾ പേപ്പർ വാങ്ങി നോക്കി. 3 പേജുകൾ. അതിലെ റൂൾസ് കണ്ട് അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഈ 3 പേജിലും നിങ്ങളുടെ റൂൾസാണോ? അനന്യയ്ക്ക് ശരിയടക്കാൻ കഴിഞ്ഞില്ല. സോറി, ഞാൻ കരുതിയത് റെൻ്റ് അഗ്രിമെൻ്റ് ആണെന്ന്. അപ്പോൾ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ പതിപ്പ് പോലുണ്ട്. അർജുൻ്റെ മുഖം കടുപ്പമായി. തമാശ വേണ്ട, റൂൾസ് പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. അനന്യ പെട്ടെന്നൊന്ന് ചിരിച്ചു. റൂം കാണിച്ചു തരാം. മുകളിലേക്ക് കയറുമ്പോൾ അനന്യ ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരുന്നു. സാർ, നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സീരിയസ് ആണോ? അതെ. ഇത്ര സീരിയസ് ആയി നടന്നിട്ട് ക്ഷീണം തോന്നുന്നില്ലേ? അർജുൻ മറുപടി പറഞ്ഞില്ല. റൂം തുറന്നു കൊടുത്തു. അനന്യക്ക് റൂം ഇഷ്ടമായി. ബാൽക്കണിയിൽ നിന്ന് ടൗൺ മുഴുവൻ കാണാം. നല്ല വ്യൂ. വാവ്. റൂം ഇഷ്ടമായോ? ഇഷ്ടായി. അർജുൻ തിരിഞ്ഞു പോകാൻ തുടങ്ങി. സാർ, ഒരു ഡൗട്ടുണ്ട്. പറയൂ. ഇവിടെ ചിരിക്കാനും ഫൈനുണ്ടോ? അർജുൻ ഒന്നും മനസ്സിലാകാതെ നോക്കി. കാരണം നിങ്ങളിതുവരെ ചിരിച്ചിട്ടില്ല. ഒരു നിമിഷം ഇരുവരും പരസ്പരം നോക്കി. അർജുൻ ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വരുത്തുന്നത് പോലെ ശ്രമിച്ചു. ഓക്കെ, സെറ്റിലായിക്കോളൂ. അവൻ വേഗം താഴേക്കിറങ്ങിപ്പോയി. അനന്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അർജുൻ താഴെ ഗാർഡനിലെത്തിയിരുന്നു. ഇയാളൊരു കലിപ്പനാണല്ലോ, അവൾ ചിരിച്ചു. രാത്രി സാധനങ്ങൾ എല്ലാം ഒതുക്കി കഴിഞ്ഞ ശേഷം അനന്യ ഫോൺ സ്പീക്കറിൽ കണക്ട് ചെയ്ത് അവളുടെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തു. റൂം മുഴുവൻ പാട്ട് നിറഞ്ഞു. അവൾ പാട്ടിനൊപ്പം പാടി ഡാൻസ് ചെയ്തു. അപ്പോഴാണ് വാതിലിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു. മുന്നിൽ അർജുൻ നിൽക്കുന്നു. മുഖത്ത് പൂർണ്ണ കലിപ്പ്. ടൈം എത്രയായി? 10 മണി. റോൾ നമ്പർ 7 വായിച്ചില്ലേ? അനന്യ അപ്പോഴാണ് അത് ഓർക്കുന്നത്. ഓ, പാട്ട് ഓഫ് ചെയ്യൂ. സോറി. അവൾ ഉടനെ അത് ഓഫ് ചെയ്തു. അർജുൻ താഴേക്ക് പോയി. 2 മിനിറ്റ് കഴിഞ്ഞു. അനന്യ ജനലിലൂടെ താഴേക്കൊന്ന് നോക്കി. അർജുൻ അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ കുറച്ചു നേരം ആലോചിച്ചു. മുഖത്തൊരു കുസൃതി ചിരിച്ചു. ഫോണെടുത്ത് വീണ്ടും പാട്ട് പ്ലേ ചെയ്തു. ഇത്തവണ കുറച്ചുകൂടി ഉച്ചത്തിലായിരുന്നു. താഴെ നിന്ന് അർജുൻ തല പൊക്കി നോക്കി. അനന്യ കൈവീശി കാണിച്ചു. ഗുഡ് നൈറ്റ് സാർ. അർജുൻ പല്ല് കടിച്ചു. അനന്യ ചിരിച്ചു. ഇവൾ എൻ്റെ സമാധാനം കളയും. അനന്യ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആ ഒരാഴ്ച കൊണ്ട് തന്നെ അർജുൻ്റെ ജീവിതം തല കീഴായി. കാരണം നിയമങ്ങൾ ലംഘിക്കുന്നത് അവൾക്കൊരു ഹോബിയായിരുന്നു. രാവിലെ 6-ന് തുറക്കുന്ന ഗേറ്റ് അവൾ 5:30 വന്ന് തുറക്കും. ടെറസിൽ കൂട്ടം കൂടരുതെന്ന നിയമമുണ്ടായിരുന്നു. അനന്യ എല്ലാ ഞായറാഴ്ചയും ഓഫീസിലെ കൂട്ടുകാരെ വിളിച്ച് ടെറസിലിരുന്ന് ഒരു പാർട്ടി തന്നെ നടത്തും. ഒരു വെള്ളിയാഴ്ച ഓഫീസിൽ വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അനന്യ കൂട്ടുകാരോടൊപ്പം ഡിന്നറിനും പോയി. സമയം പോയത് അറിഞ്ഞില്ല. രാത്രി 11:30 അവൾ ഓട്ടോയിൽ വീട്ടിലെത്തി. ഗേറ്റിന് മുന്നിൽ ഇറങ്ങി. പക്ഷേ ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നു.
അയ്യോ, അവൾ ഫോൺ എടുത്തു. ബാറ്ററി 2% മാത്രം. അർജുനെ വിളിച്ചു. ഒരു തവണ, 2 തവണ, 3 തവണ. ഫോൺ എടുത്തില്ല. അനന്യ അസ്വസ്ഥയായി. ഈ മനുഷ്യൻ ഫോണും എടുക്കില്ലേ? 10 മണി കഴിഞ്ഞാൽ അവൾ ഗേറ്റ് പിടിച്ചു കുലുക്കി. സാർ, അർജുൻ സാർ. അവൾ ഉറക്കെ വിളിച്ചു. ഒരു മറുപടിയും ഉണ്ടായില്ല. ആകെ ഒരു നിശബ്ദത. അവൾ വന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അവൾക്ക് ദേഷ്യം കയറി. അവസാനം അവൾ മതിലിൽ വലിഞ്ഞു കയറി അകത്തേക്ക് ചാടി. ചാടിയപ്പോൾ കാല് വഴുതി അവൾ നിലത്തേക്ക് ശക്തിയായി വീണു. ആ അമ്മേ! അന്നേരമാണ് വീടിൻ്റെ വാതിൽ തുറന്ന് അർജുൻ പുറത്തേക്ക് വന്നത്. എന്താ ഇവിടെ ഒരു ബഹളം? അവൻ കണ്ണുകൾ ഉരുട്ടി ചോദിച്ചു. നിലത്തിരുന്ന് കാൽ തടവുകയായിരുന്നു അനന്യ. നിങ്ങൾക്കെന്താ ഈ ഗേറ്റ് തുറക്കാൻ പറ്റില്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അർജുൻ അടുത്തേക്ക് വന്നു. എന്തിനാ നീ മതിലിൽ കയറാൻ പോയത്? അപ്പോൾ ഞാൻ പുറത്ത് കിടക്കണമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ 10 മണിക്ക് ശേഷം വരികയാണെങ്കിൽ അറിയിക്കണമെന്ന്? ഞാൻ എന്താ കുഞ്ഞാണോ? ഇത് എൻ്റെ വീടാണ്. ഞാൻ പറയുന്ന റൂൾസ് പാലിക്കണം. അത് ഞാൻ വാടക തരുന്നില്ലേ? ഞാൻ വന്നിട്ടില്ല എന്നറിഞ്ഞിട്ടും ഗേറ്റ് ലോക്ക് ചെയ്ത് എന്തിനാ? എൻ്റെ സുരക്ഷയ്ക്ക്. ഇപ്പോൾ എൻ്റെ സുരക്ഷ പോയി, അവൾ കാലിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അർജുൻ അത് ശ്രദ്ധിക്കുന്നത്. അവളെ കണങ്കാൽ ചെറുതായി ഉയർത്തു തുടങ്ങിയിരുന്നു. അവൻ്റെ മുഖത്തെ ദേഷ്യം ഉടനെ മാറി. വേദനയുണ്ടോ? അനന്യ ഒന്നും പറഞ്ഞില്ല. നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അവൾ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ കഴിഞ്ഞില്ല. അർജുൻ ഒരു നിമിഷം അവളെ നേരെ പൊക്കിയെടുത്തു. അയ്യോ! അനന്യ ഞെട്ടി. സാർ, അവിടെ മിണ്ടാതിരിക്ക്. എന്നെ താഴെ നിർത്ത്. ആദ്യമായാണ് അവൾ അർജുനെ ഇത്ര അടുത്ത് കാണുന്നത്. ആ ഗൗരവമുള്ള മുഖം, കട്ടിയുള്ള മീശ, കുറ്റിത്താടി. മരടാണേനാലും ഒന്ന് നോക്കി നിൽക്കാനൊക്കെ തോന്നും. ഇയാൾക്കെന്തോന്ന് ചിരിച്ചാൽ? അവൾ അറിയാതെ അവനെ നോക്കിക്കൊണ്ട് നിന്നു. അർജുൻ അവളെ മുകളിലെ റൂമിൽ കൊണ്ടുപോയി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊണ്ടുവന്നു. കാൽ ഇങ്ങോട്ട് വെക്കൂ. സാർ, വെക്കാൻ. ഓർഡർ മോഡിൽ തന്നെയാണല്ലോ. അവൾ ചിരിച്ചു. അർജുൻ അവളെ തുറച്ചു നോക്കി. അർജുൻ അവൾക്ക് മരുന്നിട്ട് കൊടുത്തു. സാർ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. എന്നോട് ദേഷ്യമല്ലേ? പിന്നെന്തിനാ ഇതൊക്കെ ചെയ്തു തരുന്നേ? നീ എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്നെ ഇഷ്ടമില്ലല്ലേ? അർജുൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ശരി, മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇഷ്ടമാണെന്ന്. അർജുൻ അവളെ നോക്കി. അവൾ ചിരിച്ചു കൊണ്ടിരുന്നു. ആ ചിരി കണ്ടപ്പോൾ അവനും അറിയാതെ ചെറിയൊരു പുഞ്ചിരി വന്നു. അത് അനന്യ കണ്ടു. ഹേയ്, നിങ്ങൾ ചിരിച്ചു. അർജുൻ ഉടനെ മുഖം പഴയ പോലെയാക്കി. ഇല്ല, ഞാൻ കണ്ടു. അനന്യ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ട് അർജുനും ഉള്ളിൽ ചിരിച്ചു. പക്ഷെ അവൻ പുറത്ത് കാണിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് അനന്യയുടെ കാലിലെ വേദന കുറച്ചൊക്കെ കുറഞ്ഞിരുന്നു. പക്ഷെ അവൾ ഓഫീസിലേക്ക് പോയിരുന്നില്ല. വർക്ക് ഫ്രം ഹോം എടുത്തു. രാവിലെ അർജുൻ പതിവ് പോലെ ഗാർഡനിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. സാധാരണ ഈ സമയത്ത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് അനന്യയുടെ ശബ്ദം കേൾക്കും. ഗുഡ് മോർണിംഗ് കലിപ്പ. അല്ലെങ്കിൽ സാർ ഇന്നും ചിരിച്ചില്ലേ? എന്തെങ്കിലും ഒരു കമൻ്റ് ഉറപ്പാണ്. പക്ഷേ ഇന്ന് നിശബ്ദത. അർജുൻ അറിയാതെ മുകളിലേക്ക് നോക്കി. ബാൽക്കണി ശൂന്യം. ഇവൾ ഇനിയും എണീറ്റില്ലേ? അവൻ മനസ്സിൽ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴും ഒരനക്കമില്ല. അർജുൻ സ്വയം ശകാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഞാൻ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? പക്ഷെ അവൻ്റെ മനസ്സ് കേട്ടില്ല. അവൻ മുകളിലേക്ക് കയറി വാതിലിൽ മുട്ടി. മറുപടിയില്ല. വീണ്ടും മുട്ടി. എന്താണ് സാർ? അനന്യയുടെ പതിഞ്ഞ ശബ്ദം. പതിവ് ഉത്സാഹമില്ല. അല്പസമയം കഴിഞ്ഞ് വാതിൽ തുറന്നു. അനന്യയെ കണ്ടതും അവൻ ഞെട്ടി. മുഖം ചുവന്നിരിക്കുന്നു. കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു. എന്തു പറ്റി? ചെറുതായിട്ട് പനിക്കുന്നു, അവൾ പറയാൻ ശ്രമിച്ചു. ശബ്ദം തന്നെ ഇല്ലായിരുന്നു. മരുന്ന് കഴിച്ചിട്ടുണ്ട്. അർജുൻ താഴേക്ക് പോയി കഞ്ഞിയും ജ്യൂസും എടുത്ത് തിരിച്ചു വന്നു. അനന്യ അമ്പരന്നു. ഇതൊക്കെ എന്താ കഴിക്കാൻ? സാറുണ്ടാക്കിയതാണോ? നിങ്ങൾക്ക് പാചകമൊക്കെ അറിയാമോ? മനുഷ്യന് ജീവിക്കാൻ വേണ്ടതറിയാം. അവൾ ചിരിച്ചു. ഒന്ന് ചിരിച്ചു പറഞ്ഞൂടെ മാഷേ? അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് കൊടുക്കാൻ കഞ്ഞി മുന്നിൽ വെച്ച് കൊടുത്തു. പനി കുറഞ്ഞപ്പോൾ അവൾ താഴേക്കിറങ്ങി. ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അർജുൻ പുസ്തകം വായിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? പനി കുറവില്ലേ? കുറഞ്ഞു. അവൾ സോഫയിലിരുന്നു. ഇവിടെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരുന്നോളൂ.
സാർ, ഒരു കാര്യം ചോദിക്കണ്ടേ? നിങ്ങൾ ഒറ്റക്കാണോ? സാറിൻ്റെ ഫാമിലിയൊക്കെ? അർജുൻ കുറച്ചു നേരം മിണ്ടിയില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അർജുൻ പതുക്കെ പറഞ്ഞു. അർജുനും അച്ഛനും അമ്മയും 5 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചു. അനന്യയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തർക്കും അവരുടെ ജീവിതം. അനന്യ മിണ്ടാതെ നിന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഈ മനുഷ്യൻ ദേഷ്യക്കാരനല്ല. അവൻ്റെ കലിപ്പ്, അവൻ്റെ ഏകാന്തത മറക്കാനുള്ള ഒരു മതിലാണ്. നിനക്ക് ശരിക്കും ഒറ്റപ്പെടൽ തോന്നാറില്ലേ? തോന്നും. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവൻ തല താഴ്ത്തി നിന്നു. സോറി ട്ടോ, വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല. അവൾ മുകളിലേക്ക് കയറാൻ വേണ്ടി പടിക്കെട്ട് കയറാൻ തുടങ്ങി. പകുതിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി. സാർ, താങ്ക്സ്. ഇന്ന് മുഴുവൻ എന്നെ നോക്കിയതിന്. അർജുനൊന്നും മിണ്ടാതെ തലയാട്ടി. അടുത്ത കുറച്ച് ദിവസങ്ങൾ എല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. പക്ഷെ അർജുനും അനനയും തമ്മിൽ എന്തോ ഒന്ന് മാറിയിരുന്നു. മുമ്പ് വഴക്കിനു വേണ്ടി മാത്രം സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സംസാരിക്കാനായി കാരണങ്ങൾ തേടാൻ തുടങ്ങി. ഒരു തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയായപ്പോൾ അർജുൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മുറ്റത്ത് ഒരു കാർ നിൽക്കുന്നത് കണ്ടു. അവനൊന്ന് നിന്നു. സാധാരണ ഇവിടെ കാറുകൾ വരാറില്ല. അവൻ വീട്ടിനുള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ശരിക്കുന്ന അനന്യയെ കാണുന്നത്. അവളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ഇരുവരും എന്തോ സംസാരിക്കുകയാണ്. അനന്യ എത്ര സന്തോഷത്തോടെ ചിരിക്കുന്നത് അർജുൻ മുമ്പ് കണ്ടിട്ടില്ല. അവൻ അറിയാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അനന്യ അവൻ്റെ കയ്യിൽ ചെറിയൊരടി കൊടുക്കുന്നു. ഇരുവരും പൊട്ടിച്ചിരിക്കുന്നു. അർജുൻ്റെ നെഞ്ചിനുള്ളിൽ എന്തൊരു വിചിത്രമായൊരു വികാരം, അസ്വസ്ഥത, കാരണമറിയാത്ത ദേഷ്യവുമൊക്കെ ഉണ്ടായി. അല്പസമയം കഴിഞ്ഞ് ആ യുവാവ് പോകാനിറങ്ങി. അനന്യ ഗേറ്റ് വരെ അവൻ്റെ കൂടെ വന്നു. അർജുൻ അവിടെ നിന്നിരുന്നു. ഹായ് സാർ. അർജുൻ തല കുലുക്കി. അവൾ അവനെ അർജുന് പരിചയപ്പെടുത്തി. ഇത് രാഹുൽ, എൻ്റെ ഓഫീസിലെ ടീം ലീഡർ. ഓ. രാഹുൽ കൈനീട്ടി. അർജുൻ കൈ കൊടുത്തു. അവൻ്റെ മുഖത്ത് നല്ല ഗൗരവം കാണാമായിരുന്നു. രാഹുൽ പോയ ശേഷം അനന്യ അർജുനെ നോക്കി. എന്താ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ മാതിരി? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അർജുൻ തിരിഞ്ഞു നടന്നു. അനന്യ അവനെ നോക്കി നിന്നു. അവൾക്കുള്ളിൽ എന്തൊക്കെയോ ഒരു സംശയം തോന്നി. അടുത്ത ദിവസവും വൈകുന്നേരം അനന്യ വീണ്ടും രാഹുലിനൊപ്പം എത്തി. ഇത്തവണ ഒരു പ്രൊജക്റ്റ് ഫയൽ കൊടുക്കാനായിരുന്നു. പക്ഷെ അനന്യക്ക് മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. അവളുടെ സംശയം ശരിയാണോ എന്നറിയണം. രാഹുൽ സംസാരിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടെ അർജുനെ നോക്കി. അർജുൻ പുറത്തെ ചെടികൾക്ക് വെള്ളം ഒഴുക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. അനന്യ ചിരി അടക്കാൻ പാടുപെട്ടു. ഈ കലിപ്പന് അസൂയുണ്ടോ? അവൾ മനസ്സിൽ സ്വയം ചോദിച്ചു. രാഹുൽ പോയ ശേഷം അനന്യ അർജുൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ, നിങ്ങൾക്കെന്താ രാഹുലിനെ ഇഷ്ടമല്ലേ? എന്തിനാ അവൻ വന്നപ്പോൾ ഇങ്ങനെ മുഖം മുറിപ്പിച്ചത്? അർജുനൊന്നും മിണ്ടിയില്ല. അനന്യ ചിരിച്ചു. ഓ, എനിക്ക് മനസ്സിലായി. എന്ത്? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾക്ക് അസൂയാണ്. വെറുതെ ഓരോന്ന് പറയല്ലേ. നിനക്ക് കുറച്ച് ഫ്രീഡം തന്നപ്പോൾ എന്തും പറയാമെന്നാണോ? അപ്പോൾ അല്ലേ? അല്ല. പിന്നെ രാഹുൽ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നുമല്ല. അർജുനൊന്ന് നിന്നു. അതിന് ഞാൻ ചോദിച്ചോ? നിനക്കറിയണമെന്നുണ്ടായിരുന്നെന്ന് തോന്നി. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അമ്മ. കുറച്ചു നേരം സംസാരിച്ചു. അവളുടെ മുഖത്തെ ചിരി മങ്ങിയത് അവൻ ശ്രദ്ധിച്ചു. എന്താ? എന്തു പറ്റി? വീട്ടിൽ നിന്ന് കല്യാണക്കാര്യം വീണ്ടും തുടങ്ങി. ആൻഡ്രിൻ നിശബ്ദയായി. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. അതെന്തുകൊണ്ട്? എനിക്കിഷ്ടമുള്ള ആളെ, എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നിമിഷം ഇരുവരും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ആദ്യമായി പറയാതെ പോയ പല വികാരങ്ങളും ഉണ്ടായിരുന്നു. പിറ്റേന്ന് അനന്യ 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോയി. അതോടെ വീട് നിശബ്ദയായി. അവളുടെ ശല്യപ്പെടുത്തലുകൾ അവൻ മിസ് ചെയ്യാൻ തുടങ്ങി. അവൻ സ്വയം അവനോട് തന്നെ ചോദിച്ചു, ഞാൻ എന്താടാ ഇങ്ങനെ? അവൻ്റെ മനസ്സ് മറുപടി പറഞ്ഞു, നിനക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ അവനക്കത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് അനന്യ തിരികെ വന്നു. പക്ഷേ ഇത്തവണ അവൾക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. സാധാരണ പോലെ ചിരിയില്ല, സംസാരമില്ല, മുഖത്തൊരു വിഷാദം. അതന്തും ശ്രദ്ധിച്ചു. വൈകുന്നേരം അവൾ ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അർജുൻ മുകളിലേക്ക് കയറി ചെന്നു. എന്താപ്പോ, നാട്ടിൽ പോയി വന്നപ്പോൾ ആള് പറ്റിയ വാടിയല്ലോ. എന്തു പറ്റി? അനന്യ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വീട്ടിലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്.
അർജുൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. പക്ഷെ അവളത് പുറത്തു വന്നും കാണിച്ചില്ല. ഓ അതാണോ? നല്ല ആളാണെന്ന് അമ്മ പറയുന്നു. ഗൾഫിലാണ്. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അർജുൻ അവിടെ തന്നെ നിന്നു. റൂമിലേക്ക് വന്ന് അനന്യയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ കരുതിയിരുന്നത് അവൻ എന്തെങ്കിലും സൂചന തരുമെന്നാണ്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ഞാൻ വെറും ഒരു വാടകക്കാരി മാത്രമല്ലേ. ഞാനിതിനെ കാട് കയറി ചിന്തിക്കുന്നേ. എനിക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ടെന്താ? അവൾ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു. അതേസമയം താഴെ അർജുൻ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അനന്യയുടെ വിവാഹം മറ്റൊരാളോടൊപ്പം. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവളോട് ഇതെങ്ങനെ തുറന്നു പറയും? എങ്ങനെ പറയണം എന്ന് പോലും അറിയില്ല. അവൾ നിരസിച്ചാലോ? 2 ദിവസം കഴിഞ്ഞ് അർജുൻ ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലെത്തി. മുറ്റത്തൊരു ചെറിയ ടംബോ നിൽക്കുന്നു. കൂടെ 2 തൊഴിലാളികളും. മുകളിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ വേഗത്തിൽ മുകളിലേക്ക് കയറി. അനന്യ പുസ്തകങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. വസ്ത്രങ്ങൾ ബാഗിലാക്കി വെച്ചിരിക്കുന്നു. ഫോട്ടോ ഫ്രെയിമുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്താ ഇതൊക്കെ? അനന്യ തിരിഞ്ഞു നോക്കി. ഓ, നിങ്ങൾ വന്നോ? ഞാൻ ചോദിച്ചത് എന്താ ഇതെന്ന്. ഞാൻ വീട് ഒഴുകുകയാണ്. നാട്ടിലേക്ക് പോവാണ്. കല്യാണമൊക്കെ ആവുമ്പോൾ ഇവിടെ വന്നു നിന്നാൽ ശരിയാവില്ല. അർജുൻ ഒരു നിമിഷം നിശ്ചലമായി. അനന്യ അവനെ നോക്കി. ആ കണ്ണുകളിൽ ഒരുപാട് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ അനന്യ വന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള ഓരോ നിമിഷവും കടന്നുപോയി. എപ്പോഴാണ് പോകുന്നത്? മറ്റന്നാൾ. ആ മറുപടി കേട്ടപ്പോൾ അവൻ്റെ തൊണ്ട വരണ്ടു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അവനൊന്നും മിണ്ടിയില്ല. അവൾ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. അർജുൻ അവിടെ തന്നെ നിന്നു. കാരണം അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നു. പക്ഷേ അവനക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അന്ന് രാത്രി അനന്യ അമ്മയെ വിളിച്ച് ആ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഫോൺ വെച്ച ശേഷം അവൾ കുറേ കരഞ്ഞു. കാരണം അവൾ തോറ്റുപോയതായി അവൾക്ക് തോന്നി. അവൾ സ്നേഹിച്ച ആളിന് അവളെ വേണ്ടെന്ന് തോന്നി. അതേസമയം താഴെ അർജുൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അനന്യ പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രണയം അവളോട് തുറന്ന് പറയണം. അവൻ്റെ മുന്നിൽ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ വീടിന് മുന്നിൽ ഒരു ടാക്സി വന്നു നിന്നു. ആകാശം മേഘാവൃതമായിരുന്നു. മഴ പെയ്യാൻ പോകുന്ന എല്ലാ ലക്ഷണവുമുണ്ട്. പക്ഷേ ആ വീട്ടിനുള്ളിൽ അതിലും വലിയൊരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെ മുറിയിൽ അനന്യ അവസാന ബാഗും അടച്ചു. റൂം ശൂന്യമായിരുന്നു. ഒരിക്കൽ ചിരിയും പാട്ടും നിറഞ്ഞിരുന്ന ആ മുറി ഇപ്പോൾ വെറും 4 ചുവരുകൾ മാത്രം. അവൾ പതുക്കെ ചുറ്റും നോക്കി. ജനലിനരികിൽ വന്ന് ചെന്ന് നിന്നു. അവിടെ നിന്നാണ് ആദ്യ ദിവസം അർജുനെ കളിയാക്കിയത്. ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ നിന്നാണ് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കലിപ്പൻ സാറെ എന്ന് വിളിച്ചിരുന്നത്. ഓരോ കോണിലും ഓർമ്മകൾ അവൾക്കുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താഴെ അർജുൻ ഹാളിൽ ഇരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അവൻ ഉറങ്ങിയിരുന്നില്ല. ആ ക്ഷീണം അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു. ഇന്ന് അവൾ പോകും. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി ഒരിക്കലും വരാൻ കഴിയില്ല. അവൻ പലതവണ മനസ്സിൽ പരിശീലിച്ചു. അനന്യ, ഞാൻ നിന്നെ സ്നേഹിക്കരുത്. പോകരുത്. എൻ്റെ കൂടെ നിൽക്കണം. പക്ഷെ ഓരോ തവണയും വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. അനന്യ വേഗമായി താഴേക്ക് ഇറങ്ങി വന്നു. രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം നോക്കി. ഞാൻ പോകട്ടെ? അർജുൻ മിണ്ടിയില്ല. താക്കോൽ ഇവിടെ വെക്കുന്നു. അവൾ ടേബിളിൽ താക്കോൽ വെച്ചു. ഇപ്പോഴും അവൻ ഒന്നും പറഞ്ഞില്ല. അനന്യയുടെ ഹൃദയം തകർന്നുകൊണ്ടിരുന്നു. അവൾ അവസാനമായി അവനെ നോക്കി. ഒരിക്കലെങ്കിലും പോകരുത് എന്ന് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ നിശബ്ദനായിരുന്നു. അനന്യ ചേർക്കാൻ ശ്രമിച്ചു. ടേക്ക് കെയർ. അവൾ തിരിഞ്ഞു നടന്നു. വാതിൽ കടന്ന് ടാക്സിയിൽ കയറിയിരുന്നു. കാർ പതുക്കെ നീങ്ങി. അർജുൻ ഇപ്പോഴും ഒരു പ്രതിമ പോലെ അവിടെ നിൽക്കുകയായിരുന്നു. കാർ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ മുന്നിലുള്ള സോഫയിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ കുഷ്യനും പക്കലൊരു മഗ്ഗും റോസും. എൻ്റെ കലിപ്പൻ സാറിന് മാത്രം എന്നെഴുതിയ കാർഡുമുണ്ടായിരുന്നു. അവൾ തന്ന ഗിഫ്റ്റ്. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ നിമിഷം എല്ലാ ഭയങ്ങളും അപ്രത്യക്ഷമായി. അവൻ റോഡിലേക്ക് ഓടി. അതേസമയം ടാക്സിയിലിരുന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു അനന്യ. കണ്ണു നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ഡ്രൈവർ അവളെ മിററിലൂടെ നോക്കി. മോളെ, ഓക്കെ ആണോ? അവൾ തല കുലുക്കി. അപ്പോഴായിരുന്നു പിന്നിൽ നിന്നൊരു ശബ്ദം. അനന്യ. അവൾ ഞെട്ടി.
അവൾ ഉടനെ പിന്നിലേക്ക് നോക്കി. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെ അർജുൻ ഓടി വരുന്നു. നിർത്തൂ. അവൻ ടാക്സിക്ക് നേരെ കൈ കാണിച്ചു. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി. അനന്യയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അർജുൻ കാറിനരികിലെത്തി. കിതപ്പ് കൊണ്ട് അവന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. അനന്യ കാറിൽ നിന്നിറങ്ങി. മഴ ഇപ്പോൾ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും നനഞ്ഞു കുളിച്ചു. അതൊന്നും വകവെക്കാതെ കുറച്ചു നേരം പരസ്പരം നോക്കി നിന്നു. അവസാനം അനന്യ ചോദിച്ചു, എന്തിനാ വന്നത്? അർജുൻ ഒന്നും പറഞ്ഞില്ല. എന്തിനാ വന്നതെന്ന്? അവളുടെ ശബ്ദം വിറച്ചു. അത് അവൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. നീ അങ്ങോട്ടും പോകണ്ട. നീ ഇല്ലാതെ പറ്റില്ല. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇതൊക്കെ മറക്കാൻ, വേണ്ടെന്ന് വെക്കാൻ. നിന്റെ കല്യാണം ഫിക്സാക്കിയതാണെന്നൊക്കെ എൻ്റെ മനസ്സിനെ പറഞ്ഞുകൊണ്ടിരുന്നു. മഴത്തുള്ളികൾ രണ്ടുപേരുടെയും മുഖത്തോടെ ഒഴുകി. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല അനന്യ. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവസാനം അവൻ പറഞ്ഞു നിർത്തി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു അനന്യ. അനന്യ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. മഴയുടെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അനന്യ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും ദിവസം എടുക്കേണ്ടിയിരുന്നു എൻ്റെ കലിപ്പൻ സാറേ? അവൾ മുഖമുയർത്തി അവനോട് ചോദിച്ചു. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ തലമുട്ടിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൻ ശരിക്കും ഒന്ന് ചിരിച്ചു. ഇത്രയും ദിവസം എന്നെ കരയിപ്പിച്ചല്ലോ. അവൾ അർജുൻ്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു. സോറി കൊണ്ടൊന്നും കാര്യമില്ല. ജീവിതകാലം മുഴുവൻ എന്നെ സഹിക്കേണ്ടി വരും. അടുത്ത ദിവസം അനന്യ അമ്മയെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞു. ആദ്യം അമ്മക്ക് ഞെട്ടലുണ്ടായി. പക്ഷേ അനന്യയുടെ ശബ്ദത്തിലെ സന്തോഷം കണ്ടപ്പോൾ അവർക്ക് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. 2 മാസം കഴിഞ്ഞ് ഇന്ന് അർജുൻ്റെയും അനന്യയുടെയും വിവാഹമാണ്. മണ്ഡപത്തിലിരുന്ന് അർജുൻ അവളെ ഒന്ന് ശരിക്കും നോക്കി. ആദ്യ ദിവസം ഇവളെ കണ്ടപ്പോൾ ഈ ശല്യം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോയെങ്കിൽ എന്ന് കരുതിയിരുന്നതാ. ഇപ്പോൾ ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു. അവൻ്റെ കണ്ണിൽ ചെറിയ നനവ് പടർന്നു. അർജുൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അങ്ങനെ ഒരു കലിപ്പന് വീട്ടുടമയും ഒരു കുറുമ്പി വാടകക്കാരിയും ഒടുവിൽ ഒരേ വീട്ടിൽ, അല്ല ഒരേ ഹൃദയത്തിൽ താമസിക്കാൻ തുടങ്ങി.